ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ തത്സമയം പോറ്റീന്റെ പിന്നിലും പോറ്റീനെ പ്രോത്സാഹിക്കുന്ന സോണിയാഗാന്ധിജിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിജിയും LDFന്റെ മുതിർന്ന നേതാവായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും. അപ്പോ CPM കോൺഗ്രസ് കുറുവ സംഘം ആണ് ഈ കൊള്ളയിന്റെ പിന്നിൽ. അപ്പൊ ഇതിന്റെ അന്വേഷണമാണ് നടക്കേണ്ടത്. ഇനി തന്ത്രി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല, റിമാൻഡില് എന്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് രണ്ട് വാക്ക് ആരാ പറയാൻ വന്നു? കേസ് പറയാൻ വന്നില്ല. അതിനെക്കുറിച്ച് കേസ് സംസാരിക്കും. പക്ഷെ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട്. കോൺഗ്രസും CPM രണ്ടുപേരും ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് 14-ാം തീയതി മകരവിളക്ക് ആ ദിനം BJP NDA ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് MT രമേശ് ആദ്യം സൂചിപ്പിച്ചാണ്. ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി. 14-ാം തീയതി മുതൽ ഒരു ശക്തമായ NDAന്റെ ഒരു പ്രോഗ്രാം. ഇതിന്റെ പിന്നിൽ ആരാണ്, അവരെല്ലാം എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളുടെ ഒരു പ്രതിഷേധം, ഞങ്ങളുടെ ഒരു സമരം നടക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി രണ്ട് വാക്ക് കെ സുരേന്ദ്രൻജി സംസാരിക്കും. അല്ല, അത് അന്ന് തുടങ്ങും. നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT അന്വേഷണം, അവരുടെ നടപടികൾ പലതും സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ പോറ്റി നൽകിയ മൊഴിയിൽ പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിന്റെയും. അതായത് ആദ്യ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് SITക്ക് ലഭിച്ച മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകളായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും. ആ രണ്ടുപേരെയും SIT നിരവധി തവണ ചോദ്യം ചെയ്തു. എല്ലാവിധ തെളിവുകളും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനുമെതിരെ ഉണ്ടായിട്ടും SIT അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തന്ത്രി ക്ഷേത്രത്തിലെ എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയൻ അല്ല, അത് ദേവസ്വം ബോർഡാണ്. തന്ത്രി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിനുള്ള അധികാരം. അവിടെ പൂജ എങ്ങനെ വേണം, അവിടുത്തെ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, സമയം എങ്ങനെയായിരിക്കണം, അതിനപ്പുറത്ത് ദേവസ്വം ഭണ്ഡാരം സൂക്ഷിക്കാനുള്ള ഒരു അധികാരവും തന്ത്രിക്കില്ല. അതിന്റെ മുഴുവൻ കസ്റ്റോഡിയനും ദേവസ്വം ബോർഡ് തന്നെയാണ്. ഇവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തന്ത്രി ആചാര ലംഘനം നടത്തിയെന്നാണ്. ആചാര ലംഘനം നടത്തിയിട്ട് കേസെടുക്കുകയാണെങ്കിൽ ആദ്യം പിണറായി വിജയനെതിരെയാണ് കേസെടുക്കുന്നത്. ഇവിടെ എത്രയോ ആചാര ലംഘനം അദ്ദേഹം തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ഏറ്റവും വലിയ ആചാര ലംഘനം അദ്ദേഹം തന്നെയാണ് നടത്തിയത്. അവിശ്വാസികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് 18-ാം പടി ചവിട്ടിച്ച് ഞങ്ങളൊരു നവോത്ഥാനം ഉണ്ടാക്കിയെന്ന് ഓപ്പണായി സമ്മതിച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ആചാര ലംഘനത്തിന് IPCയിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമസംഹിതയിലോ എന്താ കേസുള്ളത്? 120B നിങ്ങൾ എടുത്തിരിക്കുന്നു, അതാണ് ചോദ്യം. ഞങ്ങൾക്കിപ്പോ തന്ത്രി അറസ്റ്റ് ചെയ്തതിലോ അതിന്റെ കക്ഷിയേറാനോ ഒന്നും ഞങ്ങളില്ല. തന്ത്രി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടപടിയായിട്ട് മുമ്പോട്ട് പോവാം, കോടതിയാണ് പറയേണ്ടത്. പക്ഷെ 120B എങ്ങനെയാണ് നിങ്ങൾ തന്ത്രിയുടെ പേരിൽ എടുക്കുന്നത്? 120B ഗൂഢാലോചന എടുക്കുമ്പോൾ എന്താ മോട്ടീവ്? തന്ത്രിക്ക് ഇതിന് ഒരു സാമ്പത്തിക സഹായം ലഭിച്ചോ എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല. ഈ സ്വർണ്ണക്കൊള്ളയിൽ ലഭിച്ച പണത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്നോ ഒരു സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല. ആചാരങ്ങളുടെ കാര്യം മാത്രമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ അവിടെ ഒരു സംശയം സ്വാഭാവികമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായ തിരിച്ചടിയിൽ നിന്ന് മറികടക്കാൻ ജനവികാരം അത്ര ശക്തമായി സർക്കാരിനെതിരെ ഉള്ളപ്പോ അതിനെ ഒന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു തന്ത്രമാണോ എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട്. അത് ദൂരീകരിക്കപ്പെടണം. അതാണ് ഞങ്ങളുടെ BJP ആലോചിച്ചിരിക്കുന്നത്, NDA ആലോചിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം അല്ല. ഞങ്ങൾ ഈ കേസിൽപ്പെട്ട ആരെയും സംരക്ഷിക്കാനില്ല, ആർക്കു വേണ്ടിയും വക്കാലത്തിനില്ല. പക്ഷേ ഈ കേസിൽ സംശയങ്ങൾ ധാരാളം ഉണ്ട്. പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ
ആചാര ലംഘനം നടത്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിരുന്നു എന്ന് പറയുന്ന തന്ത്രിയെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു. എല്ലാം അറിഞ്ഞിരുന്നു കടകംപള്ളി സുരേന്ദ്രന്, എല്ലാം അറിഞ്ഞിരുന്നു പ്രശാന്തിന്, ശങ്കർദാസിന്. പ്രശാന്തിന്റെ കാര്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത്? കാരണം അദ്ദേഹം നേരത്തെ നടന്ന തട്ടിപ്പിൽ എല്ലാ കാര്യങ്ങളും, വിജിലൻസ് കണ്ടെത്തിയ തട്ടിപ്പിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതേ തട്ടിപ്പ് റിപ്പീറ്റ് ചെയ്യാണ് ആ പ്രശാന്ത് ചെയ്തിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ഇതിന്റെ ഫൗണ്ടർ ഓഫ് ദി കോൺസ്പിറസിയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടക്കുന്നത്. അദ്ദേഹവുമായി നിരവധി ഇടപാടുകൾ, അത് വ്യക്തിപരമായും സാമ്പത്തികമായുമുള്ള നിരവധി ഇടപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ SIT ഉന്നയിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് അറസ്റ്റ് പോകുന്നില്ല? എന്തുകൊണ്ട് പ്രശാന്തിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് ശങ്കർദാസിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് വാസവന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്തുന്നില്ല? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. രണ്ടാമത്തെ കാര്യം, രാജീവ്ജി പറഞ്ഞു ഇതിൽ കോൺഗ്രസിന്റെ പാർട്ട് എന്താണ്? കോൺഗ്രസിന് ഇത് ശക്തമായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന അതേ 2017 അടൂർ പ്രകാശും ആന്റോ ആന്റണിയും, അവർ ചെറിയ വ്യക്തികളല്ല, ചെറിയ മീനുകളല്ല. അവർ കേരളത്തിലെ UDFന്റെ കൺവീനറാണ്. ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ MP ആണ്, പത്തനംതിട്ട ലോക്സഭയിലെ MP ആണ്. ഇവർ രണ്ടുപേരും ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ സ്വർണം വാങ്ങിയ വ്യവസായിയെയും എന്തിനാണ് സന്ദർശിച്ചത്? സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ ഗൂഢാലോചന നടക്കുമ്പോൾ തന്നെ മാർക്കറ്റ് കണ്ടെത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വ്യവസായിയും സോണിയാഗാന്ധിയാണ് സമീപിച്ചത്. അതിന് കാരണമുണ്ട്. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ രണ്ട് പുരാവസ്തു ഇതുപോലുള്ള വിഗ്രഹങ്ങളുടെ കച്ചവടം നടത്തുന്ന സ്ഥാപനമുണ്ട്. ഞങ്ങളത് എവിടെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. പ്രസാദം കൊടുക്കാനാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പോട്ടെ, ഈ വ്യവസായിക്ക് എന്താ പ്രസാദം മന്ത്രച്ചാരട് കെട്ടിക്കാനായില്ല? അപ്പൊ എന്തിന് വ്യവസായിയെ കൂട്ടിക്കൊണ്ടുപോയി? ഇതുവരെ രമേശ് ചെന്നിത്തലയോ VD സതീശനോ ആ കാര്യത്തെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. കാരണം ഈ വിവാദം പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നത് ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തോടാണ് വ്യവസായി പറഞ്ഞിരിക്കുന്നത് 5000-10,000 കോടിയുടെ ഇടപാട് നടന്നിരിക്കുന്നു, ഇത് പുരാവസ്തു കച്ചവടമാണ് നടന്നിരിക്കുന്നത്, ഇത് ഒറിജിനൽ ഗോൾഡിന്റെ വിലയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയല്ല. നമ്മൾ കണ്ടു, വ്യാളി രൂപം അവിടുന്ന് പോയിരിക്കുന്നു, ശിവപ്രതിമ പോയിരിക്കുന്നു, ഗോളക, അതിന് അയ്യപ്പന്റെ മൂലവിഗ്രഹത്തിന് ചുറ്റിലുമുള്ള ഗോളക പോയിരിക്കുന്നു, അതുപോലെ ഈ ദ്വാരപാലക ശില്പങ്ങൾ പോയിരിക്കുന്നു. അപ്പൊ ഇതൊരു വിഗ്രഹ കച്ചവടമായിട്ടാണ് നടന്നിരിക്കുന്നത്. BJP പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസ് ആരംഭിച്ച് 2 ആഴ്ചക്കുള്ളിൽ പറഞ്ഞിരിക്കുന്നു, അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധരായിട്ടുള്ള വിഗ്രഹ മോഷ്ടാക്കൾ നടത്തിയതുപോലുള്ള തട്ടിപ്പാണ്, അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞതാണ്. എന്തുകൊണ്ട് SIT ആ നിലയിൽ അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് അടൂർ പ്രകാശിനെയോ ആന്റോ ആന്റണി ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് സോണിയാഗാന്ധിയിൽ നിന്നൊരു മൊഴി എടുക്കണമെന്ന് SITക്ക് തോന്നുന്നില്ല? എന്തുകൊണ്ട് തന്ത്രിയെ മാത്രം ഇപ്പോ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു? ഈ ചോദ്യങ്ങൾ ഈ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളത് ആവർത്തിക്കാം. അതുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് ശരിയായ നിലയിൽ അന്വേഷിക്കാൻ SIT തയ്യാറാവുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം, പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം, ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യണം, ഈ പറയുന്ന അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയും ചോദ്യം ചെയ്യണം, സോണിയാഗാന്ധിക്ക് ഒരു നോട്ടീസ് എങ്കിലും അയക്കണം. അതില്ലാതെ നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണമാണ് എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ NDA തയ്യാറില്ല. പിണറായി വിജയൻ ഇതിലൊരു കള്ളക്കളി കളിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് പരാജയം ജനങ്ങൾ ശക്തമായി LDFനെ പ്രഹരിച്ചപ്പോൾ അതിനൊരു മറുമരുന്ന് കണ്ടെത്താനുള്ള തന്ത്രമാണെങ്കിൽ, തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഒരു തന്ത്രമാണെങ്കിൽ അതിവിടെ നടപ്പില്ല എന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആരെയും വെറുതെ വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിന്റെ അവസാന നിമിഷം വരെ, ഇതിന്റെ ലോജിക്കൽ എൻഡിലെത്തുന്നത് വരെ, ഇതിലെല്ലാ പ്രതികളും നിയമത്തിന്റെ വലയിലാവുന്നത് വരെ NDA സമരത്തിലുണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. NDA സംബന്ധിച്ചോളം രാജീവേട്ടൻ അതുപോലെ തന്നെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ വളരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ആലോചിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വലിയ തലത്തിലുള്ളതാണ്. കാരണം ഇത് സാധാരണ ഒരു സ്വർണം കുറച്ചെടുത്തുകൊണ്ട് പോയെന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഇവിടെ ആന്റീക് കച്ചവടം തന്നെയാണ് നടന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം, NDAയെ സംബന്ധിച്ചോളം ഈ സമരത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഇതിനുവേണ്ടി അവസാനം വരെ, കാര്യം ഞങ്ങൾ ആരെയും ഈ പറയുന്ന തന്ത്രി ഉൾപ്പെടെ, അതല്ലെങ്കിൽ ഇവിടെ മന്ത്രിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയോ പ്രത്യേകിച്ച് കുറ്റക്കാരെന്നോ അതല്ലെങ്കിൽ കുറ്റമില്ലാത്തവരെന്നോ അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടും. ആരൊക്കെയാണ് കുറ്റക്കാർ അവരെ എല്ലാം ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ്. അതിനോടൊപ്പം വളരെ ശക്തമായി NDA സമരവുമായി മുമ്പോട്ട് പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.